വോട്ട് ചെയ്തു രാവിലെ തന്നെ. ഞാനിനിയിപ്പോൾ അപ്പുറത്തെ കോൺസ്റ്റിറ്റ്യുവൻസിയിലേക്ക് പോകാൻ പുറപ്പെടുകയാണ്. ഇവിടെ വോട്ട് രേഖപ്പെടുത്തി പേരാവൂർ നിയോജക മണ്ഡലത്തിലേക്ക് പോവുകയാണ്. അതെ അതെ അതെ, നേരത്തെ ഇതെല്ലാം കൂടി പേരാവൂരായിരുന്നു. പിന്നെ മണ്ഡലം ബൈഫർക്കേഷൻ വന്നപ്പോൾ ഇത് മട്ടന്നൂർ മണ്ഡലത്തിൻ്റെ ഭാഗമായതാണ്. പേരാവൂർ എൻ്റെ ജന്മദേശമാണ്. ആ പേരാവൂർ ആണ് ഞാനിപ്പോൾ മത്സരിക്കുന്നത്. തീർച്ചയായിട്ടും നല്ല വിജയം ഉണ്ടാകും. പേരാവൂർ നിയോജക മണ്ഡലത്തിൽ വളരെ ആവേശകരമായിട്ടൊരു അനുഭവമാണ് തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തുണ്ടായത്. ഇത്തവണ പേരാവൂർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നന്നായിട്ട് വിജയിക്കും. അതെ അതെ അതെ, നേരത്തെ നന്നായിട്ട് ആളുകൾ വോട്ട് ചെയ്യാൻ വരുന്നുണ്ട്. നല്ല പ്രചരണ പ്രവർത്തനങ്ങൾ, ചുരുങ്ങിയ ദിവസമാണെങ്കിലും ഇലക്ഷന് കേരളത്തിലുടനീളം നല്ല പ്രചരണ പ്രവർത്തനങ്ങളാണ് നടന്നത്. ജനങ്ങളെല്ലാം വോട്ട് ചെയ്യാൻ സന്നദ്ധരായിട്ട് രാവിലെ തന്നെ വരുന്നു എന്നുള്ളത് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും മഹത്തായിട്ടുള്ളൊരു വശമാണ്. പ്രതികരിക്കാൻ തയ്യാറാവുന്നു, അവരുടെ സമ്മതി രേഖപ്പെടുത്താൻ തയ്യാറാവുന്നു. അത് നല്ല ലക്ഷണമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. വളരെ ആവേശകരമായിട്ടുള്ള പ്രചരണത്തിൻ്റെ സമാപനമാണല്ലോ ഈ പോളിംഗ്. ഓരോരുത്തരും അവനവൻ്റെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്താൻ വേണ്ടി സ്വമേധയാ പോളിംഗ് ബൂത്തിലേക്ക് വരുന്നു എന്നുള്ളത് കേരളത്തിൻ്റെ ഏറ്റവും നല്ല ഒരു അനുഭവമാണ്. അതെ, ഞാനിനി എൻ്റെ നിയോജക മണ്ഡലത്തിൽ എല്ലായിടത്തും ഒന്ന് എത്തിച്ചേരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. നല്ലൊരു വിജയം പ്രതീക്ഷിച്ചുകൊണ്ടാണ് എൻ്റെ നിയോജക മണ്ഡലത്തിലെ വോട്ടർമാർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്താൻ രാവിലെ തന്നെ എത്തുക. നല്ല ഭൂരിപക്ഷത്തിന് പേരാവൂർ നിയോജക മണ്ഡലത്തിൽ LDF വിജയിക്കും. ഉറപ്പായിട്ടും എന്തായാലും മൂന്നാമത് ഒരു ഊഴം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ജനങ്ങൾ നൽകും. അത്രമേൽ വലിയ വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളുമാണ് LDFിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലം നടന്നത്. അത് തുടരണമെന്ന് ജനങ്ങൾക്ക് ആഗ്രഹമുണ്ട്. എല്ലാം തുടരണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പോൾ വീടില്ലാത്തവർക്ക് വീട്, അതുപോലെ തന്നെ ആശുപത്രികൾ, സ്കൂളുകളെല്ലാം മഹത്തരമായി മാറിയത്. ഇനി വരാനിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വിജ്ഞാന കേരളം പദ്ധതി അടക്കം നടപ്പിലാക്കുമെന്ന് പ്രകടന പത്രികയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അത് ജനങ്ങൾ വളരെ വളരെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയുമാണ് ആ മുദ്രാവാക്യങ്ങളെല്ലാം ഏറ്റെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഭരണം, ജനകീയമായിട്ടുള്ള ഈ ഭരണം, ഓരോ മനുഷ്യരെയും കണ്ടുകൊണ്ടുള്ള അവർക്കുള്ള ക്ഷേമ പദ്ധതികളടക്കം നടപ്പിലാക്കിക്കൊണ്ടുള്ള ഈ 10 വർഷക്കാലത്തെ ഭരണം ഇനിയും തുടരണം. 10 വർഷം എന്നുള്ളതല്ല, നമ്മളൊരു 10, 25, 30 വർഷം അകലെ കണ്ടുകൊണ്ടാണ് എല്ലാ പദ്ധതികളും രൂപീകരിച്ചിട്ടുള്ളത്. ആ പദ്ധതികളുടെ തുടർച്ചയുണ്ടാവണമെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണം തുടരണം എന്നുള്ള കാര്യം ആർക്കും ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണ്. ജനങ്ങൾ ആ തുടർ ഭരണത്തിന് വേണ്ടി വോട്ട് രേഖപ്പെടുത്തുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്.